നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഭാവിക്ക് എന്നതാണ് സന്ദേശം. പരിസ്ഥിതി സംരക്ഷണം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. മൂന്നാർ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികളിൽ നിന്ന് ഫീസ് ഈടാക്കുവാനുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടിയായി ദേശീയപാതാ നിയമം. ദേശീയപാതയിൽ ഗ്രാമപഞ്ചായത്തിന് പണം പിരിക്കാൻ കഴിയില്ലെന്നതാണ് പ്രതിസന്ധി. ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ സർവേ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ചാണ് റോഡ് സർവേ അടിയന്തരമായി തുടങ്ങുന്നത്. മഴ ആരംഭിച്ചതിനൊപ്പം ജില്ലയിൽ പനിക്കണക്കും ഉയരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് 978 പേർ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഭാവിക്ക് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പരിസ്ഥിതി സംരക്ഷണം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. പരിസ്ഥിതി ദിനത്തിൽ ഒരു മരത്തൈ നടുന്നതല്ല പരിസ്ഥിതി സ്നേഹം. മരം നട്ടില്ലെങ്കിലും പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുകയാണ് വേണ്ടതെന്നും പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥ, ഇപ്പോൾ എല്ലായിടത്തും കാലാവസ്ഥ വ്യതിയാനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇടപെടുക. ക്ലൈമറ്റ് ചേഞ്ച് ഇത് വലിയ ഓരോ വർഷവും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായി. ഈ കഴിഞ്ഞ വേനലിലെല്ലാം കടുത്ത ചൂടായിരുന്നു. ചൂട് കൂടുമ്പോൾ അടുത്ത വർഷം മഴ തീവ്ര മഴയായിരിക്കും. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ലോകമെമ്പാടും കോടിക്കണക്കിന് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു. ഇത് പിന്നീട് അടുത്ത വർഷമാണ് ഈ പ്രക്രിയ ചെയ്യാൻ ആളുകൾ ഓർക്കുന്നത്. ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുകയും വൃക്ഷത്തൈ എന്നും നട്ടില്ലെങ്കിലും പരിസ്ഥിതിക്ക് നാശം വരാത്ത പ്രവൃത്തികൾ ഇടയ്ക്ക് ചെയ്യുകയും പ്രകൃതിയെ മുറുകെ പിടിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഭൂമുഖത്ത് നിന്നും മനുഷ്യരാശി തന്നെ തുടച്ചു നീക്കപ്പെടുന്ന സമയമായി. അതിൻ്റെ സൂചനയാണ് പ്രകൃതിയുടെ തിരിച്ചടി. ഇത്രയേറെ ചൂടും വരൾച്ചയും നമുക്ക് താങ്ങാൻ പറ്റില്ല. അടുത്ത വർഷം വരെ നമ്മൾ മരത്തൈയെക്കുറിച്ച് പിന്നെ ഓർക്കില്ല. ജൂൺ 5 വരുമ്പോഴാണ് ഓർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിച്ചെറിയൽ പ്രക്രിയ ആളുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിച്ചെറിയുന്നവയെല്ലാം കടലിൽ ചെന്ന് അടിയുകയാണ്. അതുകൊണ്ട് കടലിലും ചൂട് പിടിച്ചിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിനൊക്കെ ചൂട് പിടിച്ചത് കൊണ്ടാണ് നമ്മുടെ കരയിലേക്ക് തന്നെ അതിൻ്റെ കാറ്റ് വരും. ഓക്സിജൻ കടലിൽ നിന്ന് വരുമല്ലോ, ചൂട് കാറ്റിങ്ങനെ അടിച്ചിട്ടാണ് ഈ തവണ വരൾച്ച കൂടിയത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയുമായി BJP ഇടുക്കി സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന ജില്ലാ കമ്മിറ്റി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് BJP ഇടുക്കി ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിയുമായി വൃക്ഷത്തൈ വിതരണം നടത്തി. BJP ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി 12 വർഷം പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലാ സൗത്തിലെ 3 നിയോജക മണ്ഡലങ്ങളിലായി 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുവാൻ തീരുമാനിച്ചതായി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അറിയിച്ചു. ജൂൺ 21 വരെ ജില്ലയിലുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര യോഗാ ദിനാചരണം, കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ, പൗരപ്രമുഖന്മാരുമായി സംവാദം തുടങ്ങിയ പരിപാടികൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ 12 വർഷം ഭരണത്തിൽ പൂർത്തിയാക്കുന്ന ദിവസമാണ് ജൂൺ മാസം 7-ാം തീയതി. ആ 12ാമത്തെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം മുതൽ ലോക യോഗാ ദിനം ജൂൺ 21 വരെയുള്ള ദിവസങ്ങളിൽ നിരവധിയായിട്ടുള്ള കാര്യപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാളെ മുതൽ ഇടുക്കി ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അമ്മയുടെ പേരിൽ ഒരു മരത്തൈ എന്ന പേരിൽ ഫലവൃക്ഷ തൈകൾ നടാനാണ്
BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പരിപാടിയിൽ ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, മണ്ഡലം ഭാരവാഹികളായ ബിന്ദു KP, ബിനു അനാമിക, ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോണിക്കുട്ടി, മഹിളാ മോർച്ച ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ ലൗലി മോൾ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ മരം മുറിച്ച് പ്രതിഷേധിച്ചു. ഇടുക്കി സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത പ്രതിഷേധം അരങ്ങേറിയത്. പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടുപിടിപ്പിക്കുന്നത് പ്രകൃതി സംരക്ഷണം എന്ന വ്യാജേന ഹൈറേഞ്ചിനെ വനവൽക്കരിക്കുവാനുള്ള കപട പരിസ്ഥിതിവാദികളുടെയും വനം വകുപ്പിന്റെയും ഗൂഢ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ജില്ലാ സാംസം സംഘടനയുടെ നേതൃത്വത്തിൽ മരം മുറിച്ച് പ്രതിഷേധിച്ചത്. ഹൈറേഞ്ചിൽ കർഷകർ നട്ടുവളർത്തുന്ന മരങ്ങൾ പോലും മുറിച്ചു മാറ്റുവാൻ വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നും ഇത് ഹൈറേഞ്ച് ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും സാബ് സംഘടന ആരോപിച്ചു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റൽ ഡേ എന്നും പറയും. ഫ്ളാറ്റുകളിലും അങ്ങനെയുള്ള സുഖസൗകര്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഒരു മരത്തെയും പിടിച്ച് ഫോട്ടോയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. പക്ഷേ ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന സാഫ് എന്ന സംഘടന, സോഷ്യൽ അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോർ എന്ന സംഘടനയുടെ കീഴിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ സ്വന്തമായി നട്ടുവളർത്തിയ മരം മുറിച്ച് പ്രതിഷേധിക്കുകയാണ്. അതിന് ഒരു കാരണവുമുണ്ട്. കാരണം ഇവിടുത്തെ കർഷകരാണ് പ്രകൃതി സംരക്ഷകർ. അവർ ഒരിക്കലും പ്രകൃതിയെ ദ്രോഹിക്കുന്നില്ല. ഈ കാണുന്ന മരങ്ങളെല്ലാം ഇവിടുത്തെ കർഷകർ വെച്ചുണ്ടാക്കിയതാണ്. ഇതൊന്നുമില്ലാത്ത കുറച്ച് ആളുകൾ അവരുടെ സുഖസൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ജീവിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ വേൾഡ് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്ന് മരം മുറിച്ച് പ്രതിഷേധിക്കുന്നത് ഇവിടെ നട്ടുവളർത്തിയ മരങ്ങൾ, കൃഷിക്കാരൻ നട്ടുവളർത്തിയ മരങ്ങൾ അവന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മുറിക്കാൻ. അപ്പം അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത്. മരമുറിക്കൽ പ്രതിഷേധ പരിപാടികൾക്ക് സാബ് പ്രസിഡന്റ് സിബി ആർക്കാട്ട്, സെക്രട്ടറി ടിജോ പി ജോയ്, ബൈജു എഴുത്തുപള്ളി, ജോസഫ് അനുഗ്രഹ, അബ്ദുൾ അസീസ്, സുനോജ് KS, അഷറഫ് ഖാദർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ശരിയായ പ്രകൃതി സംരക്ഷണത്തിന്റെ അഭാവമാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്ന യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനു പ്രസാദ് ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായി ചെറുതോണിയിൽ മരത്തൈകൾ നട്ടുപരിപാലിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും തുടർക്കഥയാകുന്നതിന് കാരണം ശരിയായി പ്രകൃതി സംരക്ഷണത്തിന്റെ അഭാവമാണ് എന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനു പ്രസാദ് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച പരിസ്ഥിതി ദിനത്തിൽ നടപ്പിലാക്കുന്ന വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയും മനുഷ്യരും പരസ്പര പൂരകങ്ങളാണ് എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണം നടത്തുന്നതെന്നും കഴിഞ്ഞ 12 വർഷം കൊണ്ട് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതിന്റെ ആഘോഷ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി കാര്യാലയമായ അരവിന്ദത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദിജി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മേഖലകളിലും നൽകിയിട്ടുള്ള സംഭാവനകളിൽ എടുത്തു പരിശോധിച്ചാൽ അതിൽ ഒരുപോലെ മുൻതൂക്കം നൽകുന്നതാണ് പ്രകൃതിക്കും പരിസ്ഥിതിക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ. നമ്മുടെ ഈ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിസ്ഥിതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയാൽ മാത്രമാണ് മനുഷ്യൻ്റെ എല്ലാ വികസനവും ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളായാലും മറ്റു പ്രശ്നങ്ങളായാലും എല്ലാം മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിസ്ഥിതിയെ ശരിയായ വണ്ണം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിൽ അതിനൊരു ഭരണ നേതൃത്വം കൊടുക്കുന്നവരുടെ കാഴ്ചപ്പാടില്ലായ്മ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗൗതം കൃഷ്ണ, വിഷ്ണു പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കാലാച്ചിറ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനു അനാമിക, വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ CS ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബിബിൻ കടത്തേടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ ഹരിതവൽക്കരണ പരിപാടികളുമായി JCI, ഇടുക്കി ഗ്രീൻ സിറ്റി സിവിൽ സ്റ്റേഷൻ, ഇടുക്കി പോലീസ് സ്റ്റേഷൻ, പാറമാവ ജില്ലാ ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിലായി ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് JCI പരിസ്ഥിതി ദിനം ആചരിച്ചത്. JCI ഇടുക്കി ഗ്രീൻ സിറ്റി ലോക പരിസ്ഥിതി ദിനത്തിൽ ജില്ലയിലെ വിവിധ പൊതുസ്ഥാപനങ്ങളെയും അവയുടെ പരിസരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശുചിത്വ ഹരിതവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ ഇടുക്കി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് തെങ്ങിൻ തൈകളും വിവിധയിനം ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു. ഇടുക്കി SHO വിപിൻ ഗോപിനാഥ് സ്റ്റേഷൻ പരിസരത്ത് തെങ്ങിൻ തൈ നട്ടു. നമ്മൾ വ്യാവസായിക വിപ്ലവത്തിന്റെയും മറ്റ് പുരോഗമനത്തിന്റെയും ഭാഗമായി ഒട്ടനവധി പ്രകൃതിയിൽ നിന്ന് നമ്മൾ പല വിഭവങ്ങളും നമ്മൾ ചൂഷണം ചെയ്തിട്ടുണ്ട് മുൻ സമയങ്ങളിൽ. അത് പുരോഗമനത്തിന്റെ ഭാഗമായി നടന്ന അത്തരത്തിലുള്ള പ്രകൃതിക്ക് നമ്മൾ വരുത്തിയിട്ടുള്ള
അറിഞ്ഞോ അറിയാതെ വിധത്തിലുള്ള ഡാമേജ് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഈ ഭൂമി ഇത് കൈമാറുമ്പോൾ അത് പഴയ രീതിയിൽ തന്നെ ആക്കി അത് കൈമാറ്റം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വൃക്ഷത്തൈകളും മറ്റു സസ്യങ്ങളും എല്ലാം വെച്ചുപിടിപ്പിച്ച് ഹരിതാഭമായി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. തുടർന്ന് ജില്ലാ കളക്ടറേറ്റ് കാര്യാലയത്തിനു മുന്നിലെ പൂന്തോട്ടത്തിൽ വിവിധ ഇനം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. ജില്ലാ കളക്ടർ ദിനേശന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പിന്നീട് പാറമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിക്കു മുൻപിൽ പുതിയൊരു ഔഷധസസ്യത്തോട്ടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വിവിധതരം ആയുർവേദ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടികൾക്ക് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിമോൻ, ഡോക്ടർ ജ്യോതിസ്, ഡോക്ടർ മരിയ, JCI ഇടുക്കി ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ഡോക്ടർ നിജോ ജോസഫ്, സെക്രട്ടറി രാജേഷ് അഗസ്റ്റിൻ, രഞ്ജിത്ത് P. ലൂക്കോസ്, സതീശൻ, ടർഫി സൈമൺ, അജീഷ് VV, അനിൽ, അലൻ, വിജീഷ്, ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. മൂന്നാർ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികളിൽ നിന്ന് ഫീസ് ഈടാക്കുവാനുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടിയായി ദേശീയപാത നിയമം. ദേശീയപാതയിൽ ഒരു വിധത്തിലും ഗ്രാമപഞ്ചായത്തിന് പണം പിരിക്കുവാൻ കഴിയില്ലെന്നതാണ് പ്രതിസന്ധിയായി മാറുന്നത്. 1956 ദേശീയപാതാ നിയമം സെക്ഷൻ 7 മറ്റൊരു വിധത്തിലും തദ്ദേശ ഭരണകൂടത്തിന് പണം പിരിക്കാൻ അധികാരമില്ല എന്ന് വ്യക്തമാക്കുന്നത്. ഇതോടെ സഞ്ചാരികളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുവാനുള്ള പഞ്ചായത്ത് തീരുമാനം പ്രതിസന്ധി സൃഷ്ടിക്കും. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 ഇതിന്റെ പരിധി വരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ മൂന്നാറിലെത്താൻ ഈ വഴി മാത്രമാണ് ആശ്രയിക്കുന്നത്. ഈ റോഡിലെ പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപമാണ് ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇവിടെ സ്ഥാപിച്ചില്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് വേറെ എവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അങ്ങനെ സ്ഥാപിച്ചാൽ അത് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിന് കാരണമാകും. പഞ്ചായത്ത് റോഡുകൾക്ക് മാത്രമാണ് പണം പിരിക്കുവാൻ തദ്ദേശ ഭരണകൂടത്തിന് അവകാശമുള്ളത് എന്ന നിയമവും തിരിച്ചടിയായേക്കും. ആ നിലയ്ക്ക് മൂന്നാർ തേനി, മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലും പണം പിരിക്കുന്നത് കഠിനമാകും. ജൂലൈ 1 മുതലാണ് പ്രവേശന ഫീസ് ഈടാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. മൂന്നാറിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഭീമമായ തുക വേണ്ടിവരുന്ന സാഹചര്യത്തിലായിരുന്നു ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചത്. അതേസമയം മൂന്നാറിന് പിന്നാലെ സഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങളുമായി ദേവികുളം പഞ്ചായത്ത് നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി. 30 പേരിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രവേശനം വിലക്കുവാനുള്ള നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചു വരുന്നത്. 30 പേരിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന വലിയ ബസ്സുകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. വലിയ വാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അവിടെ നിന്ന് ചെറിയ വാഹനങ്ങളിൽ മാട്ടുപ്പെട്ടിയിലെത്തണം. ഇതിനായി ചെറിയ വാഹനങ്ങൾക്കുള്ള തുക പഞ്ചായത്ത് നിശ്ചയിക്കും. സഞ്ചാരികൾ മാട്ടുപ്പെട്ടി ഭാഗത്താണ് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ദേവികുളം ഗ്രാമപഞ്ചായത്തും എത്തിയിരിക്കുന്നത്. സിറ്റി വിഷൻ മൂന്നാർ. ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ സർവേ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ചാണ് റോഡ് സർവേ അടിയന്തരമായി തുടങ്ങുന്നത്. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ സർവേ നടപടികൾക്കാണ് തുടക്കമിട്ടത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നവീകരണ ജോലികൾ നടന്നുവന്നിരുന്ന നേരിയമംഗലം വനമേഖലയിൽ ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു വനം വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ റോഡ് നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴും നേരിയമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ടു കിടക്കുകയായിരുന്നു. റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതോടെ ദേശീയപാത സംരക്ഷണ സമിതി അടക്കം ബഹുജന പ്രതിഷേധവുമായി രംഗത്തുവരികയും റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം മുമ്പോട്ടു വയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനടക്കമുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ ഇടുക്കിയിലെത്തിയപ്പോൾ റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും UDF അധികാരത്തിലെത്തിയാൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സം നീക്കാൻ നടപടി കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഭരണം UDF നേടിയതോടെയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സം നീക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഉദ്യോഗസ്ഥ സംഘം ഇന്ന് റോഡുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു. സർവേ നടപടികളടക്കം മറ്റു നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച് മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരിയമംഗലം വനമേഖലയിൽ പാതയുടെ വീതി വർദ്ധിപ്പിക്കുകയും സംരക്ഷണ ഭിത്തികളും ഓടകളും അടക്കം നിർമ്മിച്ച് യാത്ര സുഗമമാക്കുകയും വേണം. നവീകരണ ജോലികളുടെ ഭാഗമായി കരാർ കമ്പനി നേരിയമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു വനവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചത്. വിഷയം കോടതിയിലെത്തുകയും നിർമ്മാണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു.
സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായതോടെ MP-യും MLA-യും അടക്കമുള്ള ജനപ്രതിനിധികൾ റോഡ് നിർമ്മാണം സാധ്യമാക്കണമെന്ന ആവശ്യമനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണർ ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. നിലവിൽ ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ഭാഗത്താണ് നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്നത്. സിറ്റി വിഷൻ അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മഴ ആരംഭിച്ചതിനൊപ്പം ജില്ലയിൽ പനിക്കണക്കും ഉയരുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് 978 പേരാണ്. മറ്റ് ആശുപത്രികളിലെ കണക്കുകൾ കൂടി നോക്കിയാൽ ഇത് ഇരട്ടിയിലധികമാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 978 പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. സ്വകാര്യ ക്ലിനിക്കുകൾ, സ്വകാര്യ ആശുപത്രികൾ, ഹോമിയോ, ആയുർവേദം എന്നിവയുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും. കുട്ടികൾക്കിടയിലും വൈറൽ പനി വ്യാപനമുണ്ട്. പനി മാറിയാലും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമയും ക്ഷീണവും പലരെയും വലയ്ക്കുന്നുണ്ട്. പനി നിസ്സാരമായി കാണാതെ എത്രയും വേഗം ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകുന്നു. വേനൽ മഴയ്ക്ക് പിന്നാലെ എലിപ്പനിയും ഡെങ്കിപ്പനിയും ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം 2 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട്. മഴക്കാലത്ത് എലിപ്പനി കേസുകൾ കൂടി വരുന്ന പ്രവണതയുള്ളതിനാൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, തൊഴിലുറപ്പിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മലിനജലത്തിലും മറ്റും സമ്പർക്കമുള്ളവർ പനിലക്ഷണം ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണം. എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നുകൾ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.
മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഇനിയും സാധ്യമായിട്ടില്ല. പ്രളയത്തിൽ തകർന്ന പഴയ പാലത്തിന് പകരം പുതിയ പാലം യാഥാർത്ഥ്യമാകാതെ വന്നതോടെ കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു കുറുകെ ഈറ്റ കൊണ്ട് താൽക്കാലിക പാലം തീർത്താണ് ഉന്നതി നിവാസികളുടെ ഇപ്പോഴത്തെ യാത്ര. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നുമുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. കുടിയിലേക്കെത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 8 വർഷത്തോളം പഴക്കമുണ്ട്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പലതുണ്ടായി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നതടക്കം പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും മുറപോലെ നടക്കുന്നു. പക്ഷേ ഉന്നതി നിവാസികളുടെ ദുരിതമകറ്റാൻ ഈ പ്രഖ്യാപനങ്ങൾ മതിയാവില്ല. ഓരോ മഴക്കാലത്തും കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു കുറുകെ ഈറ്റ കൊണ്ട് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചാണ് ഉന്നതി നിവാസികളുടെ അക്കരെ ഇക്കരെയുള്ള യാത്ര. ഈ മഴക്കാലത്തും യാത്രയ്ക്കായി കുടിനിവാസികൾ ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞു. ഒരു പറഞ്ഞോം ഈ പുതിയ ഞങ്ങൾക്ക് പാലം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എപ്പോഴും പിള്ളേരെ റേഷൻ അടി മേടിക്കാൻ എല്ലാത്തിനും ഈ പാലത്തിൽ നടക്കുന്നത്. ഞങ്ങൾ പേടിച്ചുകൊണ്ട് കുഞ്ഞു കൊച്ചുങ്ങളെ ഹോസ്റ്റലിലേക്ക് കൊണ്ട് മറവൂരിലായിട്ട് അടിമയിലായിട്ട് ഹോസ്റ്റലിൽ കൊണ്ടേ വിട്ടിട്ടുണ്ട്. ഇത് നടക്കാതെ നാളെ ഞങ്ങൾക്ക് ഒരു നല്ല പാലം കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കും. കുടിനിവാസികൾക്ക് അരിയുൾപ്പെടെ അവശ്യവസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്നിക്കരയെത്തണം. സ്കൂള് തുറക്കുന്നതോടെ കുട്ടികളും പുഴ കടന്നുവേണം വിദ്യാലയത്തിലെത്താൻ. കഴിഞ്ഞ മഴക്കാലത്ത് ഉന്നതിയിലെ ഒരു കുരുന്ന് ഈ പാലത്തിൽ നിന്നും താഴെ വീണ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്ര പാലമില്ലാത്തതിനാൽ ഏറെ ദുഷ്കരമാണ്. കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു മുകളിലൂടെ ജീവനും കയ്യിൽ പിടിച്ചാണ് കള്ളക്കൂട്ടി നിവാസികളുടെ ഓരോ മഴക്കാലത്തെയും യാത്ര. ഈ മഴക്കാലത്തും അതിനു മാറ്റമുണ്ടായിട്ടില്ല. അടുത്ത മഴക്കാലത്തെങ്കിലും തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉന്നതി നിവാസികൾ ആവർത്തിക്കുന്നു. സിറ്റി വിഷൻ, മാങ്കുളം. ഓൺലൈൻ കച്ചവട സ്ഥാപനത്തിൽ നിന്നും വ്യാജവിലാസത്തിൽ വന്ന കഞ്ചാവും മിഠായികൾ പിടികൂടി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജവിലാസത്തിലെത്തിയ മിഠായി പാക്കറ്റുകൾ പിടികൂടിയത്. 600 ഗ്രാമിന്റെ 2 പാക്കറ്റുകളിലായി 60 മിഠായികളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടർ പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് മിഠായി പാക്കറ്റുകൾ കണ്ടെത്തി. ഓൺലൈൻ കച്ചവട സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ഗോഡൌണുകളിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായികൾ പിടികൂടിയത്. 2 പാക്കറ്റുകളിലായി 300ഓളം വരുന്ന 60 മിഠായികളാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നും ജില്ലയിൽ മറ്റു സ്ഥാപനങ്ങളിൽ ഇത്തരം പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇന്ന് വിവിധ കൊറിയർ സർവീസുകൾ നടത്തിയ പരിശോധനയിലാണ് അടിമാലി ഇ-കാർട്ട് കൊറിയർ ലോജിസ്റ്റിക്സിൽ നിന്നും 60 കഞ്ചാവ് മിഠായികൾ കണ്ടെത്തിയിട്ടുള്ളത്. 2 പാഴ്സലുകളിലായി 60 കഞ്ചാവ് മിഠായികൾ കണ്ടെത്തിയത് ഏകദേശം 300 ഗ്രാം തൂക്കം വരുന്നതാണ്. ഇത് സംബന്ധിച്ച് പ്രാരംഭ ഘട്ടത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടന്നു വരുന്നത്. മാനേജർ ഈ ഫെസിലിറ്റിയുടെ മാനേജറോടും സ്റ്റാഫിനോടും സംസാരിച്ചതിൽ റിട്ടേൺ ചെയ്യാൻ വെച്ചിരുന്ന ഗുഡ്സ്, അതായത് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ റിട്ടേണിലായി വെച്ചിരുന്ന ഗുഡ്സിൽ നിന്നാണ് നമുക്ക് ഈ 2 കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുള്ളത്. മിഠായി പാക്കറ്റുകളുടെ പുറമെ നൽകിയ മേൽവിലാസം വ്യാജമാണെന്ന പ്രാഥമിക അന്വേഷണത്തിൽ എക്സൈസ് സംഘത്തിന് ബോധ്യമായി. മേൽവിലാസം വ്യാജമായതിനാൽ പാഴ്സൽ പാക്കറ്റുകൾ തിരിച്ചയക്കുവാൻ സ്ഥാപനത്തിൽ സൂക്ഷിച്ചതായിരുന്നു. സ്ഥാപന മാനേജ്മെന്റിനെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള മിഠായി പാക്കറ്റുകൾ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരും ശ്രദ്ധ വേണമെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തി. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കിയിൽ പരിശോധന ശക്തം. രാജാക്കാട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന ഉണക്ക കഞ്ചാവുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. മമ്മട്ടിക്കാനം കടുവാപ്പറമ്പിൽ സ്വദേശി ക്രിസ്റ്റി എന്ന 23-കാരനാണ് രാജാക്കാട് പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് രാജാക്കാട് പോലീസ് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ രാജാക്കാട് വില്ലേജിലെ മമ്മട്ടിക്കാനം കരയിലായിരുന്നു സംഭവം. കുത്തുങ്കൽ മമ്മട്ടിക്കാനം റോഡിലൂടെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി വരികയായിരുന്ന പോലീസ് വാഹനം കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് രാജാക്കാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ദേഹ പരിശോധനയിലാണ്
പ്രതിയുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഉണക്ക കഞ്ചാവ് കണ്ടെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും രാജാക്കാട് പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. മൊബൈൽ ഫോൺ അഡിക്ഷനും ലഹരി വസ്തുക്കൾക്കുമെതിരെ കുട്ടികളിൽ പ്രതിരോധം തീർക്കാൻ വേറിട്ട മാതൃകയുമായി രാജാക്കാട് ഷിൻഗി തായ് സ്കൂൾ ഓഫ് കരാട്ടെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രത്യേക മോട്ടിവേഷൻ അവയർനെസ് ക്ലാസ് ഏറെ ശ്രദ്ധേയമായി. പുത്തൻ തലമുറയെ കാർന്നു തിന്നുന്ന മൊബൈൽ ഫോൺ അഡിക്ഷനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഷിൻഗി തായ് സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ വിപുലമായ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ക്ലാസ് നടന്നത്. പഠനത്തിലും ജീവിതത്തിലും എങ്ങനെ മികച്ച വിജയം കൈവരിക്കാം എന്നതിനെക്കുറിച്ച് പ്രമുഖ ചിൽഡ്രൻസ് മോട്ടിവേഷൻ സ്പീക്കർ ബാബു പൊന്നോത്ത കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു. ലളിതവും രസകരവുമായ അവതരണത്തിലൂടെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാതെ എങ്ങനെ സ്വയം സുരക്ഷിതമാകാമെന്നും അദ്ദേഹം കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. മത്തിയുണ്ട്, അതെ, പിന്നെ മയക്കുമരുന്ന്, പിന്നെ അതൊക്കെ എം ഡി ആണ്. കുറച്ചും കൂടി എഴുതായിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് എം ഡി കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഷിൻഗി തായ് സ്കൂൾ ഓഫ് കരാട്ടെ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഷിഹാൻ ഷാഹിദ് VM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളിൽ ശാരീരിക ക്ഷമതയോടൊപ്പം തന്നെ മാനസികമായ കരുത്തും വളർത്തിയെടുക്കുകയാണ് ഇത്തരം ക്ലാസുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംഘടനയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സുബിൻ ചാക്കോ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത സംവാദങ്ങൾ നടന്നു. ആയോധന കലകളുടെ പരിശീലനത്തിനൊപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച കരാട്ടെ സ്കൂളിന്റെ നടപടിയെ രക്ഷിതാക്കളും അഭിനന്ദിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഭാവിക്ക് എന്നതാണ് സന്ദേശം. പരിസ്ഥിതി സംരക്ഷണം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. മൂന്നാർ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികളിൽ നിന്ന് ഫീസ് ഈടാക്കുവാനുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടിയായി ദേശീയപാതാ നിയമം. ദേശീയപാതയിൽ ഗ്രാമപഞ്ചായത്തിന് പണം പിരിക്കാൻ കഴിയില്ലെന്നതാണ് പ്രതിസന്ധി. ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ സർവേ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ചാണ് റോഡ് സർവേ അടിയന്തരമായി തുടങ്ങുന്നത്. മഴ ആരംഭിച്ചതിനൊപ്പം ജില്ലയിൽ പനിക്കണക്കും ഉയരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് 978 പേർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.